ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ എൻഡ് ഒന്നുമല്ല, ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് കരുതുക. വളരെ സൗഹാർദ്ദപരമായിട്ട് പിരിയുന്നതിനെയാണ് മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുന്നത്. എപ്പോഴും ഒരു മാരേജും നമ്മൾ എന്താ പറയുക ഡിവോഴ്സിലേക്ക് എൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ആരും കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിക്കുന്നത് ഒരു ഫോർ എവർ പ്രോമിസ് ആയിരിക്കണം. കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. 18 വയസ്സ് വരെയാണ് കുട്ടികളെ മെയിൻ്റനൻസ് കൊടുക്കേണ്ടത്. അത് ഫാദറാണ് ലയബിൾ ആവുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചൊരു തീരുമാനം എടുക്കുക. അതേപോലെ തന്നെ കസ്റ്റഡി. നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് വളരെ മെച്യൂർഡായിട്ട് നമുക്കൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ടുപേരും ഒരു തീരുമാനം എടുക്കുന്നതിനെയാണ് മ്യൂച്വൽ ഡിവോഴ്സ് ആയിട്ട് വരുന്നത്. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈലജയാണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഡിവോഴ്സ്, അതായത് പരസ്പര സമ്മതത്തോടെ വിവാഹബന്ധം വേർപെടുത്തുന്നത്. അപ്പോൾ സാധാരണ ഒരു വിവാഹബന്ധം വേർപെടുത്താൻ വരുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ, അവർക്ക് തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല, അല്ലെങ്കിൽ തമ്മിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അത് കാരണം അവർ ബന്ധം വേർപെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മളത് ചെയ്യുന്നത്. പക്ഷേ ആക്ച്വലി മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുന്നത് രണ്ടു പേർക്കും പരസ്പരം മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ ഒരു പോയിന്റിലെത്തുകയാണ്, ഇനി നമുക്കത് മുന്നോട്ട് പോകാൻ കഴിയുന്ന എന്ന് പറഞ്ഞിട്ട് ആ ബന്ധം വളരെ സൗഹാർദ്ദപരമായിട്ട് പിരിയുന്നതിനെയാണ് മ്യൂച്വൽ ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ എൻഡ് ഒന്നുമല്ല, ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് കരുതുക. പിന്നെ അത് വളരെ നോർമലൈസ് ചെയ്യാനുള്ളതും ഒരു ഡിവോഴ്സിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത് വേൾഡ് വ്യക്തിപരമായിട്ടുള്ള ഒരു ഡിസിഷനുമായിട്ട് കാണുക. അത് ബാക്കി എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യണം. നമ്മൾ ഫാമിലി മെമ്പേഴ്സ് റെസ്പെക്റ്റ് ചെയ്യണം, സൊസൈറ്റി അത് റെസ്പെക്റ്റ് ചെയ്യണം. രണ്ടുപേര് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഡിവോഴ്സ് എന്ന് പറഞ്ഞ പോയിന്റ് വരുമ്പോൾ നമുക്കറിയാം ജഡ്ജ്മെൻറ്റിലാവാതെ എന്ന് വെച്ചാൽ അയ്യോ നീ എന്താ ഇങ്ങനെ, അതിങ്ങനെയല്ലേ, കുട്ടികളില്ലേ, അല്ലെങ്കിൽ എന്താ പ്രശ്നം, നമുക്ക് പരിഹരിച്ചുകൂടെ, പറഞ്ഞു തീർത്തുകൂടെ എന്നൊന്നും പറയണ്ട. അവർക്ക് മാത്രമേ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്നറിയുള്ളൂ, ആ 4 ചുവരുകൾക്കുള്ളിൽ എന്താണെന്നറിയുള്ളൂ. ഒരാൾക്ക് മറ്റേ ആൾ ടോർച്ചർ. നമ്മൾ ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു അൺഹാപ്പി മാരേജിലല്ല ഡിവോഴ്സ് വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതം മറ്റേ ആൾ കാരണം മിസറബിളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ രണ്ടു പേർക്കും അത് ഓരോരുത്തരുടെ പെരുമാറ്റങ്ങളും രീതികളും അവരുടെ ലൈഫ് മിസറബിൾ ആക്കുകയാണ്. അവർ കരിയർ പോകുന്നു, അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി പോകുന്നു, അവരുടെ ഹെൽത്ത് വീക്കാവുന്നു, മെൻ്റൽ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് വീക്കാവുന്നു, ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഈവൻ നല്ല രീതിയിൽ കുട്ടികളെ വളർത്താൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരു പോയിന്റ് വരുന്ന സമയത്താണ് ഡിവോഴ്സ്. ഡിവോഴ്സ് 2 രീതിയിലുണ്ട്, മ്യൂച്വൽ ഡിവോഴ്സും കണ്ടസ്റ്റിംഗ് ഡിവോഴ്സും. മ്യൂച്വലാണ് ഞാൻ പറഞ്ഞ പോലെ പരസ്പര സൗഹാർദ്ദപരമായിട്ട് ബന്ധം വേർപെടുത്തുന്നത്. കണ്ടസ്റ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വൺ സൈഡ് ഡിവോഴ്സ്, അതായത് മറ്റൊരാൾ ഡിവോഴ്സിൽ നിന്ന് ഡിനേ ചെയ്യുന്നു, തരാൻ സമ്മതിക്കുന്നില്ല, നമ്മൾ കോടതിയെ സമീപിച്ച് വാങ്ങുന്നതാണ് കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ്. ഞാൻ ആ പാർട്ടിലേക്ക് പോകുന്നതിന് ഞാൻ മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് വരും. എപ്പോഴും ഒരു മാരേജും നമ്മൾ എന്താ പറയുക ഡിവോഴ്സിലേക്ക് എൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല ആരും കല്യാണം കഴിക്കുന്നത്. കല്യാണം കഴിക്കുന്നത് ഒരു ഫോർ എവർ പ്രോമിസ് ആയിരിക്കണം, ജീവിതത്തിൽ അങ്ങറ്റം വരെ ഒരുമിച്ച് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും വിവാഹത്തിലേക്ക് പോകുന്നത്. പക്ഷെ ഒരു പോയിന്റിൽ രണ്ടുപേരും തിരിച്ചറിയുകയാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ട് വളരെ മെച്യൂർഡായിട്ട് നമുക്കൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ടുപേരും ഒരു തീരുമാനം എടുക്കുന്നതിനെയാണ് മ്യൂച്വൽ ഡിവോഴ്സ് ആയിട്ട് വരുന്നത്. ഞാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ആരെയോ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് പോകുന്നതിനേക്കാളും രണ്ടുപേരും മനസ്സിലാക്കുകയാണ്, ഇനി നമുക്ക് പറ്റില്ല, അവർ മാക്സിമം അതിന് ശ്രമിച്ചു എന്നിട്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും നമ്മളടുത്ത് വരും. വളരെ ചെറിയ ഒരു പീരീഡ് ഓഫ് ടൈമിലുണ്ട് നമുക്ക് ഡിവോഴ്സ് ലഭിക്കുന്നതും. അതേപോലെ സ്ട്രെസ്സ്, സ്ട്രെയിന്, പോരാത്തതിന് ഫിനാൻഷ്യലി അധിക ചിലവുകൾ വരാത്ത. മറ്റേ കണ്ടസ്റ്റിംഗ് ഡിവോഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 3-4 വർഷം നീണ്ടു പോകുന്നു, നിങ്ങൾ വക്കീൽ ഫീസ് കൊടുക്കേണ്ടി വരും, ബാക്കിയുള്ള ചിലവുകൾ നിങ്ങൾ വഹിക്കേണ്ടി വരും. ഞാൻ ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ, അങ്ങനെ ഒരു ഡിവോഴ്സ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം സമയമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിയണ്ട, എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അവളതാണ് ഇവ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാതെ സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നുമില്ലാതെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധം ബ്രേക്കപ്പ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ ദയവായി മ്യൂച്വൽ ഡിവോഴ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പം മ്യൂച്വൽ ഡിവോഴ്സിൻ്റെ പ്രോസസ്സിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേര് ഹർജിക്കാരായിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്യുക. കേസ് ഫയൽ സ്വീകരിച്ചതിന് ശേഷം ഒരു 6 months കഴിയുമ്പോഴായിരിക്കും ഒരു ഡേറ്റ് ഇടുന്നത്. അതിനുള്ളിൽ കൗൺസിലിംഗ് ഉണ്ടാവും. പിന്നെ ഒരു സോൺ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക, നിങ്ങൾ മൊഴി കൊടുക്കുക. കോടതി നിങ്ങളെ ഡയറക്റ്റ് ചോദിക്കും ബന്ധം വേർപിരിയാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇപ്പം നിങ്ങൾ എസ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സിങ് വളരെ ഷോർട്ട് ആൻഡ് പിന്നെ വളരെ എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോസസ്സിങ് ആയിരിക്കും മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് വരുന്നത്. ഇപ്പോൾ എന്നെ കാണാനായിട്ട് 2 പേര് വന്നിട്ട് ബന്ധം വേർപെടുത്തുന്നത് ഒരിക്കൽ പോലും ഞാൻ എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിക്കാറില്ല. കാരണം അവർക്ക് തന്നെ അറിയാം എന്തുകൊണ്ടെന്ന്. അതറിഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ല, അല്ലെങ്കിൽ അത് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ടോ എന്ന് തോന്നില്ല. കാരണം
അവരോട് ഞാൻ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആലോചിച്ചിട്ടാണോ ഈ തീരുമാനം എടുത്തത് എന്ന് പറഞ്ഞാൽ അതേ ആലോചിച്ചിട്ടാണെങ്കിൽ എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ഞാൻ ചോദിക്കാറേ ഇല്ല. അത് എൻ്റെ മ്യൂച്വൽ ചെയ്തിട്ടുള്ള ക്ലയൻസിന് എല്ലാവർക്കും അറിയായിരിക്കും. അതല്ലാതെ നമ്മൾ അവർക്ക് റെസ്പെക്റ്റാണ് കൊടുക്കുന്നത്. അവരൊരു പോയിന്റിൽ എത്തിയെങ്കിൽ അതിന് ചെകഞ്ഞിട്ട് അതെന്തായിരിക്കും സംഭവം, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും പിരിഞ്ഞത്, അവനിനി വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ അവൾക്കിനി വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ, ഇതെന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിലുണ്ടോ, പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടോ എന്ന് പറഞ്ഞിട്ട് സൊസൈറ്റി ഇതിനെക്കുറിച്ച് ബോധേഡാവേണ്ട ഒരു കാര്യമില്ല, വ്യക്തിപരമായിട്ട് കാര്യങ്ങളായിട്ട് എടുക്കുക. പിന്നെ മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് പോകുന്ന സമയത്ത് മെയിനായിട്ട് 2 കാര്യങ്ങൾ ചിന്തിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളുണ്ടോ, സ്വർണ്ണം എന്തെങ്കിലും തിരിച്ചു കിട്ടാനുണ്ടോ, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കാനുണ്ടോ, സ്വത്തുക്കൾ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വഹിക്കാനുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകളുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും ഒരു പരിഹാരമാണ്. കാരണം പിന്നീട് അവർ സ്ട്രേഞ്ചേഴ്സായിട്ട് മാറുകയാണ്, പിന്നെ ഒരു ഡിസ്പ്യൂട്ട് അതിന് വേണ്ടി പോകാൻ പറ്റില്ല. അതേപോലെ കുട്ടികളുണ്ട് എങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. 18 വയസ്സ് വരെയാണ് കുട്ടികളെ മെയിൻ്റനൻസ് കൊടുക്കേണ്ടത്. അത് ഫാദറാണ് ലയബിൾ ആവുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ചൊരു തീരുമാനം എടുക്കുക. അതേപോലെ തന്നെ കസ്റ്റഡി എന്ന് പറഞ്ഞാൽ മൈനർ ആയിരിക്കുമല്ലോ. മൈനർ ആവും കുട്ടികളുടെ കസ്റ്റഡി ഏതെങ്കിലും ഒരാൾക്കായിരിക്കും. ഏതെങ്കിലും ഒരു ഇപ്പം മദറിനാണ് കസ്റ്റഡി കൊടുക്കണമെങ്കിൽ മറ്റേ ആൾക്ക് ചിലപ്പോൾ ടെമ്പററി കസ്റ്റഡി ചോദിക്കും. ഇവർ തമ്മിലൊരു ധാരണയിലെത്തണം. അതാണ് മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് പോകുന്നത്. അതിൻ്റെ പേരിൽ പിന്നീട് കുട്ടിയെ എനിക്ക് വേണം അവിടെ വേണം എന്ന് പറഞ്ഞ് തള്ളുപിടിക്കാതെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകളുണ്ടെങ്കിൽ അതിന് കൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ വളരെ സൗഹാർദ്ദമായിട്ട് ഈ ബന്ധങ്ങൾ എന്ന് വെച്ചാൽ ടോക്സിസിറ്റി ഒഴിവാക്കി, അല്ലെങ്കിൽ ഫൈറ്റ് ഒഴിവാക്കി, കൂടുതൽ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ഒരു ബന്ധം നമുക്ക് ഒരു മ്യൂച്വൽ ഡിവോഴ്സിലൂടെ തീരാം. ഇപ്പോൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, എഡ്യൂക്കേറ്റഡ് മാത്രമല്ല അല്ലാത്തവർ തന്നെയാണെങ്കിൽ അവർക്ക് തിരിച്ചറിഞ്ഞതിന് ശേഷം അവർ മ്യൂച്വൽ ഡിവോഴ്സാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. എന്നാലും ഫാമിലി കോടതികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, കേസ് ഫയലുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു, മാരേജ് ഒരു സൈഡിൽ കൂടെ കൂടിക്കൊണ്ടിരിക്കുന്നു, ഡിവോഴ്സ് ഒരു സൈഡിലേക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. മാരേജ് ഒരിക്കലും ഡിവോഴ്സിലേക്ക് എൻഡ് ചെയ്യാൻ ഇടയാക്കരുത്. ഒരു ഫോർ പ്രോമിസായിട്ട് നിലനിൽക്കണമെങ്കിൽ റൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണെ നിങ്ങൾ സെലക്ട് ചെയ്യുക. റോങ് പേഴ്സൺ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് അത് മിസറബിളായിട്ട് മാറുന്നത്. ഇതിന് എല്ലാവർക്കും ഈ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഒരു ചെറിയ ടോപ്പിക്കാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.